നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സ്ത്രീകളിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന, അവരെ വളരെയധികം അലട്ടുന്ന, ഞങ്ങളുടെ ഒ പിയുടെ ഒരു മെയിനായിട്ട് ആളുകൾ വന്ന് കാണാറുള്ള ഒരു പ്രോബ്ലമാണ് വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക്. ഇതിന് പല തെറ്റിദ്ധാരണകളും ആളുകളുടെ ഇടയിലുണ്ട്. ഇതിന് അസ്ഥിയുരുക്കം എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ചിലർക്ക് ഈ വജൈനൽ ഡിസ്ചാർജിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ കൂടുതൽ ക്ഷീണം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, വജൈനയിൽ നോർമലി ഡിസ്ചാർജ് ഉണ്ടാവും. അത് പ്രകൃതിയുടെ ഒരു മെക്കാനിസം തന്നെയാണ്, വജൈനെ ക്ലീനാക്കി വെക്കാനുള്ള നോർമൽ ഡിസ്ചാർജ്. ഇതൊരു ഫ്ലൂയിഡി ഡിസ്ചാർജാണ്. അത് സെൽസ്, ബാക്ടീരിയ ഒക്കെ ഉള്ള ഒരു ഡിസ്ചാർജാണ്. ഇത് പീരീഡിൻ്റെ സമയത്ത് അതനുസരിച്ച് വേരി ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പീരീഡ് ഈ ഡിസ്ചാർജിൻ്റെ അളവ് കുറവായിരിക്കാം. ഓവുലേഷൻ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇത് ഒരു 30 ഇരട്ടിയോളം ഈ ഡിസ്ചാർജിൻ്റെ കൂടുതലായിട്ട് കാണും. ചിലർക്കൊരു പാൻറ്റി ലൈനറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നീട് ഇത് പീരീഡ് അടുക്കാറാകുമ്പോൾ പിന്നെയും ഇത് കുറച്ചുകൂടെ തിക്കാകും. ഈ ഓവുലേഷൻ ടൈമിൽ ഈ സ്പേം ഉള്ളിലേക്ക് ട്രാവൽ ചെയ്യാനും ആ പ്രഗ്നൻസിയെ ഹെൽപ്പ് ചെയ്യാനും പ്രഗ്നൻസി ആവാൻ സഹായിക്കാനുമൊക്കെയാണ് ഈ ഡിസ്ചാർജിൻ്റെ ക്വാണ്ടിറ്റി വാട്ടറി ആയിട്ടൊക്കെ ഓവുലേഷൻ ടൈമിൽ കാണുക. അപ്പോൾ നമുക്കറിയാം, നോർമലി വജൈന എന്ന് പറയുന്നത് ധാരാളം ബാക്ടീരിയകളും കുറച്ച് ഫംഗസും സെൽസും ഒക്കെ മറ്റ് മൈക്രോബ്സും ഒക്കെ ഉള്ള ഒരു കോളനിയാണ്. അപ്പോൾ ഈ നോർമലി ഈ വജൈനയുടെ pH സാധാരണ നമ്മൾ പറയും അസിഡിക് pH ആണ്. ന്യൂട്രൽ pH എന്ന് പറയുന്നത് 7 ആണല്ലോ. അത് അസിഡിക്, അതായത് ഒരു 4 to 4.5 ആണ് സാധാരണ വജൈനൽ pH. അപ്പോൾ ഈ pH ഈ അസിഡിക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം സാധാരണഗതിയിൽ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്, ഈ വജൈനൽ ഡിസ്ചാർജ് എപ്പോഴാണ് നമ്മൾ കൺസേൺഡ് ആവുന്നത് എന്ന് നോക്കിയാൽ, സാധാരണ നമ്മൾ ഈ വജൈനൽ ഡിസ്ചാർജ് വാട്ടറി അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജ്, ചിലപ്പോൾ അത് ഒരു മുട്ടയുടെ വെള്ള പോലത്തെ കൺസിസ്റ്റൻസി ആകാം, ചിലപ്പോൾ വാട്ടറി ആകാം. പക്ഷേ സാധാരണ ഇതുകൊണ്ട് യാതൊരു ചൊറിച്ചിലോ അങ്ങനെ യെല്ലോയിഷ് കളറോ ഗ്രീൻ കളറോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ പീരീഡിനോട് തൊട്ട് മുമ്പ് ചിലർക്ക് ഈ ചില ഹോർമോണിൻ്റെ വേരിയേഷൻ കാരണം ചിലപ്പോൾ ചെറിയ ബ്ലഡ് സ്റ്റെയിനോ അങ്ങനെയൊക്കെ വരാം. പക്ഷേ നോർമലി ഉള്ള ഡിസ്ചാർജിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? സാധാരണഗതിയിൽ ഈ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഡിസ്ചാർജിന് സ്മെല്ല് കൂടുതലുണ്ടെങ്കിൽ, ചിലർക്കതൊരു ഫൗൾ സ്മെല്ലാകാം, ഫിഷി സ്മെല്ലാകാം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. നോർമൽ വജൈനയിൽ അങ്ങനെയുള്ള സ്ട്രോങ് സ്മെൽ, വജൈനൽ സ്മെൽ, ഡിസ്ചാർജിന് അങ്ങനത്തെ സ്മെൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ പെൽവിക് ഏരിയ, അതായത് നിങ്ങളുടെ കാലിനും തുടയ്ക്കും നിങ്ങളുടെ വയറിനും ഇടയ്ക്കുള്ള ഭാഗമാണ് ഈ പെൽവിസ്, ഇടുപ്പ്. ആ ഭാഗത്ത് കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ, പിന്നെ കൂടുതൽ ഫൗൾ സ്മെല്ലാണ്, ഡിസ്ചാർജിന് ചൊറിച്ചിലുണ്ട്, കളർ വേരിയേഷനുണ്ട്, പിന്നെ ബ്ലഡ് സ്റ്റെയിൻ ആണ് എങ്കിലും കാണുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പീരീഡിനോട് തൊട്ടനുബന്ധിച്ചല്ലാത്ത സമയത്ത് ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ചില ഇൻഫെക്ഷൻസ്, ചില അലർജിക് കോസസ്, ഈവൻ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഡിസ്ചാർജിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോർമൽ വജൈനൽ ഡിസ്ചാർജ് എന്താണ്, വറി ചെയ്യേണ്ട എപ്പോഴാണ്, അതുപോലെ ഈ വജൈനൽ ക്ലീനിങ്ങിന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് കൺസേൺഡ് ആവേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സെക്ഷുവലി അറൗസ്ഡ് ആകുമ്പോൾ വജൈനൽ ഡിസ്ചാർജ് കൂടുതലാവാം. അതുപോലെ പ്രഗ്നൻസി പീരീഡിൽ വജൈനൽ ഡിസ്ചാർജ് കൂടുതലാവാം. അതുപോലെ ഓവുലേഷൻ ടൈമിലൊക്കെ കൂടുതലാണ്. ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെയുള്ള ഈ ഡിസ്ചാർജിനെ കുറിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. പക്ഷേ ഈ അബ്നോർമലായിട്ടുള്ള, നമ്മൾ പറഞ്ഞതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഡോക്ടറെ കാണണം. പിന്നെ ചിലർക്ക് വജൈനൽ ഏരിയ ക്ലീൻ അല്ല എന്നൊരു ഒബ്സസീവ് തോട്ടുള്ളവരുണ്ട്. അങ്ങനെ വജൈനയുടെ സ്മെല്ല് മതി, കൂടുതൽ പെർഫ്യൂംഡ് വാഷുകൾ, പെർഫ്യൂംഡ് പൗഡറുകൾ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, ആവശ്യമില്ലാത്ത ഡൂഷുകൾ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില ഇൻഫെക്ഷൻ്റെ സമയത്ത് ചിലപ്പോൾ ഡോക്ടർ തന്നിരിക്കാം, പക്ഷേ അത് റുട്ടീനാക്കരുത് ഒരിക്കലും. കാരണം ഈ നോർമലി വജൈനയിൽ ഒരു മൈക്രോബിയൽ കോളനി ഉണ്ട്. അതിനെ ഡിസ്റ്റർബ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കിന് ഈ നോർമലിയുള്ള ബാക്ടീരിയകളൊക്കെ ഈ ഡൂഷിങ് വഴിയൊക്കെ ഡിസ്ട്രോയ്ഡ് ആയി കഴിയുമ്പോൾ അബ്നോർമലായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ വളരാനും അതനുസരിച്ചുള്ള ഇൻഫെക്ഷനൊക്കെ വരാനും സാധ്യതയുണ്ട്.
അതുപോലെ വാഷ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഒരു നേരം മാത്രം ഒരു മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് പുറമേ വാഷ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക. അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വെച്ചാലും മതി. പിന്നെ കൂടുതൽ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കരുത്. കൂടുതൽ ഡിസ്ചാർജ് ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത്, ബാക്കിൽ നിന്ന് മുന്നോട്ട് ക്ലീൻ ചെയ്യരുത്. കാരണം പുറകിൽ, അതായത് മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള ആ ബാക്ടീരിയ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ മുൻപോട്ട് കയറി വന്ന് വജൈനയിലേക്ക് കയറി ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ പാൻറ്റീസിൽ പ്രത്യേകിച്ച് അമ്മമാർ വരാറുണ്ട്, കുട്ടികളുടെ പാൻറ്റീസിന് കളറ് മങ്ങി ഇടയ്ക്ക് ബ്ലീച്ച് ഇഫക്റ്റ് പോലെ ഒരു ഭാഗത്ത് ലൈറ്റായിട്ട് കളർ വരുന്നു, അതുപോലെ തന്നെ ചില ഭാഗം ദ്രവിച്ചു പോകുന്നു. ഇതൊക്കെ നോർമലാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ വജൈനയിൽ അസിഡിക് pH ആണ്. അപ്പോൾ ഈ ലാക്ടോബാസിലസ് എന്നുള്ള ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കാരണം കൂടുതൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉണ്ടാവുന്നത് കാരണം ഈ അസിഡിക് pH, ഈ അസിഡിക് ഡിസ്ചാർജാണ് ഈ ബ്ലീച്ചിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ആ അടിഭാഗമൊക്കെ ദ്രവിച്ചു പോകാനൊക്കെയുള്ള കാരണം. ഇതും നോർമലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വജൈനൽ ഡിസ്ചാർജിന് സാധാരണഗതി വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളർ അല്ലെങ്കിൽ കളർലെസ് ഒക്കെ ആകാം. പക്ഷേ കുറേ നേരമുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഡിസ്ചാർജ് ഇരുന്ന് ഒരു ലൈറ്റ് യെല്ലോ കളർ കാണാം. അത് നോർമലാണ്. പക്ഷേ ആ ഡിസ്ചാർജ് ആസച്ച് യെല്ലോ ആണെങ്കിലാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് അറിയേണ്ടത്. നോർമൽ വജൈനൽ ഡിസ്ചാർജ് പ്രകൃതിയുടെ മെക്കാനിസമാണ്. അത് വജൈനയെ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഇതുകൊണ്ട് ആർക്കും ടയേർഡ്നെസ്സോ അല്ലാതെ ഇതുകൊണ്ട് അസ്ഥി ഉരുകോ ഒന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുക. ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. ഇൻഫെക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനിയും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത ഫ്രൈഡേ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.